ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കുറേ റമദാനുകൾ വന്നിട്ടുണ്ട്, വന്നതിലേറെ സ്പീഡിൽ നമുക്കൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഈ റമദാൻ അങ്ങനെ ആവരുതെന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുക. പ്രത്യേകമായ ചില തീരുമാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും, അത് നടപ്പിലാക്കുക. ചുരുങ്ങിയത് 3 ഖത്തം തീർക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുക. ഡെയിലി 3 ജുസ് ഓതണം, പല ദിവസങ്ങളിൽ 4ഉം 5ഉം ജുസ് ഓതണം. റമദാൻ കഴിയുമ്പോഴേക്ക് ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് 1 വർഷമാണ് ആവണത്. 2 ദിവസം കഴിയുമ്പോഴേക്ക് ഒരു പ്രാവശ്യം ഖത്തം തീർത്തോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്നെ ക്ഷമിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ ആലോചിക്കണം. ഡെയിലി എത്ര മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉപകാരമില്ലാത്ത ഇൻസ്റ്റയിൽ ചെലവഴിച്ചു എന്നുള്ളത് പെൺകുട്ടികൾ ആലോചിക്കണം. എന്നിട്ട് നമുക്കൊരു ഖത്തം തീർക്കാൻ പറ്റിയില്ല. നമ്മുടെ മാതൃകകളുണ്ട്. മഹദിയാം നഫീസത്തുൽ ബിസ്രി റളിയല്ലാഹു അൻഹ സ്വന്തം ഖബർ കുഴിപ്പിച്ച് അതിലിറങ്ങി നിന്ന് 300 ഖത്തമാണ് തീർത്തത്. സ്വന്തം ഖബർ കുഴിപ്പിച്ച്. നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ കൗണ്ട് ഡൗൺ ചെയ്തേ, ഒന്ന് ബാക്കിലേക്ക് ആലോചിച്ചെല്ലാവരും. ഇതുവരെയായിട്ട് എത്ര ഖത്തം തീർത്തു? 300, 100, എത്ര ഖത്തം തീർത്തു? റമദാനിൽ 1 വെച്ച് വീതാണെങ്കിൽ നമുക്കൊരു 10-60 വയസ്സാണെങ്കിൽ ഒരു 10-20 വർഷം ചെറുപ്പമൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ 50 ഖത്തം തീർത്തോ? ഇത് നമുക്ക് പാടാവണ്ടേ? മഹാനായ മൊയ്‌ദീൻ ശൈഖ് തങ്ങൾ ഒരു കാമ്മയിൽ നിന്നിട്ട് 1 ഖത്തം തീർത്തു. എന്തിനാ ഒരു കാലുമ്പോൾ നിന്നിട്ട് 1 ഖത്തം തീർത്തത്? മൂപ്പർക്ക് 2 കാലുമ്പോൾ നിന്നൂടായിരുന്നു? വലിയ മുതലാളിയല്ലേ, കപ്പലുകളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്തേ മൂപ്പരാൾക്ക് നല്ലൊരു കസാര വാങ്ങിയിട്ട് കുഷനൊക്കെ വെച്ചിട്ട് ഇരുന്നൂടായിരുന്നു? വലിയ മുതലാളിയായ സ്ഥിതിക്ക് മൂപ്പരാൾക്ക് ഒരു പെപ്സിൻ്റെ ബെഡ് വാങ്ങിക്കൂടെ, ഒരു 80,000 കൊടുത്തിട്ട്? മൂപ്പരെ സ്കില്ല് പ്രകടിപ്പിക്കാനാണ്. നമ്മുടെ കുട്ടികളൊക്കെ പന്ത് കളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അവരിങ്ങനെ പന്തേറ്റ് ഓടിനീൻ്റെ ഇടയിൽ പന്ത് ബാക്കിൽ കൂടിയാണ് മുന്നിലേക്ക് ചാടുന്നത്, അതാ സ്കിൽ. അപ്പോൾ മൂപ്പരാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഒരു കാലം അങ്ങനെ നിന്നിട്ട് ഖത്തം തീർക്കുക. ക്ഷമിക്കണം, അതുകൊണ്ടൊന്നുമല്ല, ഉറക്ക് വരാതിരിക്കാൻ. ഇരുന്നാൽ ഉറങ്ങിപ്പോയേക്കും. ഡെയിലി ഇതാണ് പരിപാടി. എല്ലാ രാത്രിയും ഓരോ ഖത്തം തീർക്കലാണ് പരിപാടി. ഉറങ്ങിപ്പോയേക്കും. ഉറക്ക് വരാതിരിക്കാൻ ഒരു കാലിൽ നിന്നു. ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ചുമരിൽ കൈ ഊന്നിപ്പിടിച്ചു. എങ്ങാനും ഉറങ്ങിയിട്ട് സ്ലിപ്പാവുകയാണെങ്കിൽ ഉറക്കുണരണം കരുതിയിട്ട് അവിടെ ആണി തറച്ചു വെച്ചു. ഇങ്ങനെ ഒരു കാമ്മ നിന്നിട്ട് 1 ഖത്തം തീർത്തു. നമുക്ക് തോണ്ടിക്കളിക്കാൻ നിന്നത് കാരണം ഡെയിലി ഒരു യാസീൻ ഓതാൻ പറ്റിയിട്ടില്ല. ഇതാവരുത് നമ്മുടെ റമദാൻ. ഇതാവരുത് നമ്മുടെ റമദാൻ. ഷോപ്പിങ്ങൊക്കെ 2 ദിവസം കൊണ്ട് തീർക്കണം. ചിലപ്പോൾ പെൺകുട്ടികൾ ചിലപ്പോൾ അവിടുന്ന് സാസിലേക്ക് കല്ലെടുത്തെറിയും. പെരുന്നാൾ ഡ്രസ്സ് പോലും ഈ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് മേടിച്ചു വെക്കണം. അവസാനത്തെ 10 പറഞ്ഞാൽ ഷോപ്പിങ്ങിൻ്റെ 10 നരകമോചനത്തിൻ്റെ 10. കൊട്ടക്കങ്ങാടി കൂടി പോകുക, വണ്ടി ബ്ലോക്കാണ് എല്ലാ ടെക്സൈസിൻ്റെയും മുന്നേ. എന്നിട്ട് ഉന്തി കയറ്റി ഷട്ടർ താത്താണ്. അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞളിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഷട്ടർ താത്തും. ഒരു ബാച്ച് ഇറങ്ങിയാൽ അടുത്ത ബാച്ചിനെ കയറ്റും. അവിടെ തുറന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും നോമ്പ് തുറക്ക് സൗകര്യമുണ്ട്. ഖുർആൻ ഓതാനോ, ജമാഅത്ത് പങ്കെടുക്കാനോ, നിസ്കരിക്കാനോ, അതിപ്പോൾ വീട്ടിൽ പോയിട്ട് മതിയല്ലോ അല്ലേ? ഇതാവരുത് റമദാൻ. ഷോപ്പിംഗ് വരെ ഇപ്പോൾ തീർക്കണമെന്ന്. അപ്പോൾ വലിയ മോഡലൊന്നും ഉണ്ടാവില്ല. റമദാനിൽ 1-ാം വെള്ളിയാഴ്ച റിലീസാകുള്ള സിനിമ ഉണ്ടാവും. അതിലുണ്ടാവും ഏതെങ്കിലും ബമ്പറന്നോള്, ഈ പൂച്ച മാന്തിയെ പോലുള്ള ടൗസറൊക്കെ ഇറക്കാൻ. അതായിരിക്കും പെരുന്നാളിന് മോഡലായിട്ട് വരിക. അപ്പോൾ ആ മോഡൽ കിട്ടൂല എന്നൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അവർത്ത് മറക്കലാണ് പ്രധാനം, മോഡൽ വെക്കലല്ല. റമദാനിൻ്റെ അവസാനത്തെ 10 ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ വണ്ടി ബ്ലോക്കായിട്ട് തന്നെ 2-3 മണിക്കൂർ പോകും. അവസാനത്തെ 10 പറ്റി മുത്തറസൂലൊക്കെ എന്താ ചെയ്തേ? അവിടുന്ന് മുറുക്കിയെടുത്തു എന്നാണ്. മീൻസ് അങ്ങോട്ട് ഒരുങ്ങിന്ന്. ഒരു പാപവും ചെയ്യാത്ത സ്വർഗത്തിൻ്റെ വാതിൽ പിടിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള മഹാത്മാവ്. അവിടെ വെച്ച് കമ്പയർ ചെയ്യാം നമ്മളൊക്കെ. അത്യാവശ്യം 50-60 വയസ്സായാലേ ഇനിയുള്ള ജീവിതം ബോണസാന്ന് മനസ്സിലാക്കുക. പിന്നെ അയിമ തന്നെ കൂടുക, ദിക്റുമ കൂടുക. ഖുർആനൊന്നും അങ്ങനെ ഓതാൻ കണ്ണിനൊന്നും വലിയ ത്രാണില്ലാത്ത ആളുകളാണെങ്കിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ ഡെയിലി ഒരു 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതുന്ന് തീരുമാനിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് ചെയ്യുമെന്ന് പറയാം. ഞാൻ തബാറക്കയും വാഖിയയും യാസീനും ഡെയിലി റമദാൻ കഴിയോളം ഓതിയിരിക്കുമെന്ന് തീരുമാനിക്കുക. ഞാൻ ഒരിക്കലും ഹദ്ദാദ് മുടക്കൂലാന്ന് തീരുമാനിക്കുക. സാധാരണ ഹദ്ദാദ് എല്ലണോലും റമദാനിൽ മുടക്കും. കാര്യം എന്താ അറിയോ? നോമ്പൊക്കെ തുറന്ന് വിസ്തരിച്ചൊരു ടോയ്ലറ്റ് പോക്കൊക്കെ കഴിഞ്ഞ് നമ്മളെത്തുമ്പോഴേക്ക് ഇശാ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഹദ്ദാദ് അതിൻ്റെ മുമ്പ് തീർന്നു പോയിട്ടുണ്ടാവും. സാധാരണ കൃത്യമായി ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്ന ആളുകൾ
റമദാനിൽ മഗ്‌രിബ് അങ്ങനൊന്നും മെയിൻറ്റ് ചെയ്യൂലേ. അഷ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് എടുക്കട കസ്മൂസ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, പറട കോഴിക്കറി, ഇതാണ് ഉണ്ടാകുക. അപ്പം നമ്മുടേതായൊരു റമദാനാക്കി മാറ്റാൻ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എന്നെ ക്ഷമിക്കുന്നവരും അധ്വാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി